അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ ഓരോ പാഠഭാഗങ്ങളാണ് വായിച്ചു പോകുന്നത്. പാദവാർഷിക പരീക്ഷയ്ക്ക് മക്കൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നാമത്തെ പാഠം അദ്ദർസുൽ അവ്വലു ഹാദാ ഖലമി. ഇത് എൻ്റെ പേനയാണ്. മുൻപ് 2ാം ക്ലാസ്സിൽ നിന്നും പഠിച്ചതിൻ്റെ ഒരു റിപ്പീറ്റേഷനാണ്. അനദാരിസുൻ. ആ ഫോട്ടോയിൽ കാണുന്ന കുട്ടി പറയാണ് അനദാരിസുൻ, ഞാൻ പഠിക്കുന്നവനാണ്. അൻതി, നീ, ഉഖ്തി, എൻ്റെ സഹോദരിയാണ്. 2ാമത്തെ കള്ളിയിൽ പറയുന്നു അനദാരിസത്തുൻ, ഞാൻ പഠിക്കുന്നവളാണ്. അന്ത അഖി, നീ എൻ്റെ സഹോദരനാണ്. അപ്പോൾ ആദ്യത്തെ ആ പെട്ടിക്കുളത്തിലുള്ള അതിൽ ആണ് പറയാണ് അനദാരിസുൻ, ഞാൻ പഠിക്കുന്നവനാണ്. അന്തി ഉഖ്തി, നീ എൻ്റെ സഹോദരിയാണ് കേട്ടോ. 2ാമത്തെ കളിയിൽ അനദാരിസത്തുൻ, ഈ മകൾ പറയാണ് ഞാൻ പഠിക്കുന്നവളാണ്. അന്ത അഖി, നീ എൻ്റെ സഹോദരനാണ്. ഇനി അതിൻ്റെ താഴത്തെ ഫോട്ടോ ഹാദാ ഖലമി, ഇതെൻ്റെ പേനയാണ്. ഹാദാ ഖലമി, ഇതെൻ്റെ പേനയാണ്. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നർത്ഥം. ഖലമി എന്ന് പറഞ്ഞാൽ എൻ്റെ പേന. അൽ ഖലമു, പേന, ഫിൽ ജൈബി, പോക്കറ്റിലാണ്. കാണില്ലേ? അൽ ഖലമു, പേന, ഫിൽ ജൈബി, പോക്കറ്റിലാണ്. ആ തൊപ്പിട്ട കുട്ടി പറയാണ് ഹാദിഹി ഹിറത്തുൻ, ഇത് പൂച്ചക്കുട്ടിയാണ്. ഹാദിഹി ഹിറത്തുൻ. അൽ ഹിറത്തു, ഈ പൂച്ച, അല ഷജറത്തി, മരത്തിൻ്റെ മുകളിലാണ്. ഫോട്ടോ കാണുന്ന പോലെ. അപ്പോൾ അല എന്നത് മുകളിൽ എന്നതിനാണ് ഉപയോഗിക്കുക. ഹാദിഹി, ഇത്, ഹിറത്തുൻ, പൂച്ചയാണ്. അൽ ഹിറത്തു അല ഷജറത്തി, മരത്തിൻ്റെ മുകളിലാണ്. ഇതിൽ ഹാദാ ഖലമി എന്ന് പറഞ്ഞപ്പോൾ ഹാദ എന്നാണ് കൊടുത്തത്, ഖലമി എന്നതിൻ്റെ മുമ്പ്. തൊട്ടപ്പുറത്തുള്ള ചിത്രത്തിൽ ഹാദിഹി ഹിറത്തുൻ, ഇത് പൂച്ചക്കുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഹാദിഹി എന്നാണ് കൊടുത്തത്. എന്താ കാരണം? ഹാദ എന്നതും ഹാദിഹി എന്നതും ഒരേ അർത്ഥമാണ്, ഇത് എന്ന അർത്ഥമാണ് ഉണ്ടാവുക. പക്ഷേ ഇതിൽ ഹിറത്ത് എന്നത് മുഅന്നസ്, അതായത് പെണ്ണാണ്. ലാസ്റ്റ് താ വന്നല്ലോ, ഹിറത്ത്, അതുകൊണ്ട് ഹാദിഹി എന്ന് പറയും. ഖലം എന്നത് ആണാണ്, അതായത് അവിടെ താ ഒന്നും വന്നില്ല, അതുകൊണ്ട് ഹാദ എന്നും പറയും. അപ്പോൾ ആണിന് ഹാദ എന്നും ആണല്ലാത്തതിന് ഹാദിഹി എന്നുമാണ് പറയുക. പെണ്ണിന് ഹാദിഹി എന്നുമാണ് പറയുക. അതിൻ്റെ താഴത്തെ ഫോട്ടോ മൻ ഹാദ, ഇതാരാണ്? മൻ ഹാദിഹി, ഇതാരാണ്? അർത്ഥം രണ്ടും ഒന്നാ. മൻ ഹാദിഹി, ഇപ്പോൾ ഒരു ആൺകുട്ടിയാണ് നടന്നു വരുന്നതെങ്കിൽ നമ്മൾ ചോദിക്കും മൻ ഹാദ. പെൺകുട്ടിയാണെങ്കിലോ മൻ ഹാദിഹി, ഇതാരാ? അവിടെ ഹാദിഹി എന്നാണ് കൊടുക്കുക. ഹാദ അബി, ഇതെൻ്റെ ഉപ്പയാണ്. ഹാദിഹി ഉമ്മി, കണ്ടില്ലേ? ഉമ്മ സ്ത്രീയാണല്ലോ, അതുകൊണ്ട് ഹാദിഹി എന്ന് പറഞ്ഞു. ഉപ്പ പുരുഷനാണ്, അതുകൊണ്ട് ഹാദ എന്നും പറഞ്ഞു. ഹാദ അബി, ഇതെൻ്റെ ഉപ്പയാണ്. ഹാദിഹി ഉമ്മി, ഇതെൻ്റെ ഉമ്മയാണ്. ഇനി അതിൻ്റെ അപ്പുറത്തെ പേജിൽ 6ാമത്തെ പേജിലുണ്ട് മാ ദാലിക, അതെന്താണ്? ഒരു പൂവൻ കോഴിയെ നോക്കിയിട്ട് പറയാണ് മാ ദാലിക, അതെന്താണ്? മാ തിൽക്ക, അതെന്താണ്? അപ്പം അതിൻ്റെ ഉത്തരം ദാലിക ദീക്കുൻ, അത് പൂവൻ കോഴിയാണ്. അതിൻ്റെ താഴെ ഉള്ളത് പിടക്കോഴിയാണല്ലോ, അതുകൊണ്ട് തിൽക്ക എന്ന് കൊടുത്തു. അപ്പം അതിന് ഉത്തരം കൊടുക്കാണ് ആ തൊപ്പിട്ട കുട്ടിട്ടോ. തിൽക്ക ദജാജത്തുൻ, അത് പിടക്കോഴിയാണ്. അപ്പോൾ ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ്, ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് അർത്ഥം. എന്നാൽ ദാലിക എന്ന് പറഞ്ഞാലും തിൽക്ക എന്ന് പറഞ്ഞാലും അത് എന്നാണ് അർത്ഥം വരിക. മാദാലിക, അതെന്താണ്? അപ്പം കുട്ടി പറയുന്നത് ദാലിക ദീക്കുന്നത് പൂവൻകോഴിയാണ്. മാ തിൽക്ക, അതെന്താ? പിടക്കോഴിനെ കണ്ടപ്പോൾ മാ തിൽക്ക എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു തിൽക്ക ദജാജത്തുൻ, അത് പിടക്കോഴിയാണ്. അതിന് താഴെ ഐനൽ ഹഖീബ, ബാഗ് എവിടെയാണ്? കുട്ടി ചോദിക്കാണ് ആ ബാഗ് ശരിക്കും എവിടെ? മേശൻ്റെ മുകളിലല്ലേ. മേശക്ക് എന്താ പറയാ? തോവിലത്തെന്നാണ് പറയാ, അത് ഇതിലില്ല കേട്ടോ. ഐനൽ ഹഖീബ, ബാഗ് എവിടെ? അപ്പോൾ തോവില ഉണ്ട്. അൽ ഹഖീബത്തു അല തോവില, മേശയുടെ മുകളിലാണ് ബാഗ് ഉള്ളത്. ആ കുട്ടി പറയാണ്. ഐനൽ കിതാബ്, കിതാബ് എവിടെ? തൊട്ടപ്പുറത്തെ കളിയിൽ കണ്ടില്ലേ? അൽ കിതാബ് ഫിൽ ഹഖീബ, കിതാബ് എവിടെയാണ്? ഫിൽ ഹഖീബത്തി, ബാഗിലാണ്. ഇനി അതിൻ്റെ താഴെയുള്ള 2 ഫോട്ടോ ഇന്ദി, എൻ്റെ അടുത്തുണ്ട്. ജവ്വാലുൻ വാഹിദുൻ, ഒരു മൊബൈൽ ഫോണുണ്ട്. ഇന്ദി, എൻ്റെ അടുത്തുണ്ട്. ഖലമാനി ഇസ്നാനി, 2 പേനകളുണ്ട്.
ഇന്ദി എൻ്റെ അടുത്തുണ്ട് സലാസത്തു കുത്തുബിൻ, എത്ര കിതാബ്? 3 പുസ്തകങ്ങളുണ്ട്. വലി എനിക്കുണ്ട് അർബഅത്തു അസ്തിഖാ, 4 കൂട്ടുകാരന്മാരുണ്ട്. ഫി മദ്രസത്തി എൻ്റെ മദ്രസയിലുണ്ട് ഖംസത്തു അസാതിദത്തിൻ, 5 ഉസ്താദുമാരുണ്ട്. ഇന്ദി സിത്തത്തു അഖ്ലാം എൻ്റെ അടുത്ത് 6 പേനകളുണ്ട്. ഫി സഫി സബഅത്തു ഔലാദ് എൻ്റെ ക്ലാസ്സിൽ 7 കുട്ടികളുണ്ട്. ഫിഹി ആ ക്ലാസ്സിലുണ്ട് സമാനിയത്തു കറാസിൻ 8 കസേരകളുണ്ട്. വലി മദ്രസത്തി തിസ്അത്തു അബ്വാബ് എൻ്റെ മദ്രസക്ക് 9 വാതിലുകളുണ്ട്. വലഹ ആ മദ്രസക്കുണ്ട് അശ്റത്തു ശബാബീക് 10 ജനാലകളുണ്ട്. ഈ പാഠത്തിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ? അതിൻ്റെ താഴെ കണ്ടില്ലേ, അന എന്ന് പറഞ്ഞാൽ ഞാൻ, അൻത എന്ന് പറഞ്ഞാൽ നീ, അൻതി എന്ന് പറഞ്ഞാലും നീ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ അൻത എന്നത് ആണിനോടും അൻതി എന്നത് പെണ്ണിനോടാണ് പറയാം. ഹാദ എന്നത് ആണിനാണ്, ഹാദിഹി എന്നത് പെണ്ണിനാണ്. ഹാദ എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്നാണ് അർത്ഥം. ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥത്തിൽ, ഫിസ്സൊഫി ക്ലാസ്സിൽ, ഫിൽ ബൈത്തി വീട്ടിൽ, ഫിൽ മദ്രസത്തി മദ്രസയിൽ എന്നൊക്കെ പറയുന്നത് പോലെ. ഇവിടെ ഫി മദ്രസത്തി എന്ന് പറഞ്ഞില്ലേ, എൻ്റെ മദ്രസയിൽ 5 ഉസ്താദുമാരുണ്ട്, എൻ്റെ ക്ലാസ്സിൽ 7 കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അതിലാണ് ഫി ഉപയോഗിക്കുക. അല എന്ന് പറഞ്ഞാൽ മുകളിൽ, അൽ ഹഖീബത്തു അല തോവില ബാഗ് എവിടെയാണ്? മേശയുടെ മുകളിലാണ്. അപ്പോൾ അല എന്നത് മുകളിൽ എന്നതിനെ സൂചിപ്പിക്കും. ദാലിക എന്ന് പറഞ്ഞാലും തിൽക്ക എന്ന് പറഞ്ഞാലും അത് എന്നാണ് അർത്ഥം. ദാലിക തിൽക്ക അത് എന്നാണ്. ഹാദ ഹാദിഹി പോലെ, ഹാദ എന്നത് ആണിന്, ദാലിക എന്നതും ആണിന്, ഹാദിഹി എന്നത് പെണ്ണിന്, തിൽക്ക എന്നതും പെണ്ണിന്. മ ഇതെന്താ? മ എന്താന്ന് ചോദിക്കൂലേ? ഇനി മൻ ആരാണിത്? മൻ ഹാദ ഇതാരാന്ന് ചോദിക്കൂലേ നമ്മൾ. അതുപോലെ ഐന എവിടെ, അബി എൻ്റെ ഉപ്പ, കലമീ എൻ്റെ പെണ്ണ്. എല്ലാത്തിൻ്റെ ലാസ്റ്റ് മീ കൊടുത്താൽ മതി. കലമീ എന്ന് പറഞ്ഞാൽ എൻ്റെ പെണ്ണ്, അബി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ, ഉമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ, കിതാബി എന്ന് പറഞ്ഞാൽ എൻ്റെ കിതാബ്, ജവ്വാലി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ മൊബൈൽ ഫോണ്. ഇനി ഇതിൻ്റെ തദ്രീബാത്ത് നമുക്ക് നോക്കാം. നുകമ്മിലു ബിൽ മുനാസിബി കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളത് പോലെ നമുക്ക് എന്ത് ചെയ്യാം? യോജിച്ചതിനെ ചേർക്കാം. ഹാദിഹി ബഖറത്തുൻ നിങ്ങളൊക്കെ എഴുതിയതായിരിക്കും. ഹാദിഹി ഇതെന്താണ്? പശുവാണ്. ഹാദ എന്നവിടെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ബഖറത്ത് എന്നത് ലാസ്റ്റ് ത വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴത്ത് 1ാമത്തെ ചോദ്യം സ്വദീഖി എന്നുണ്ട്, അതിന് മുമ്പ് എന്തോന്ന് കൊടുക്കണം. സ്വദീഖി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ എന്നാണ് അർത്ഥം. അപ്പം എന്താ കൊടുക്കുക? ഹാദ സ്വദീഖി എന്ന് കൊടുക്കും, കാരണം സ്വദീഖ് എന്നുള്ളത് ആണാണ്. 2ാമത്ത് ദജാജത്തുൻ എന്നുണ്ട്, പിടക്കോഴി. അവിടെ എന്താ കൊടുക്കുക? ലാസ്റ്റ് ത വന്നിക്കണ്, നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കണം. ത ഉണ്ടോ നോക്കണം. ത ഉണ്ടെങ്കിൽ തിൽക്കാന്ന് കൊടുക്കണം, തിൽക്ക ദജാജത്തുൻ. 3 ദാരിസത്തുൻ, അവിടെ എന്താ കൊടുക്കുക? അൻതി എന്ന് പറഞ്ഞാലും അൻത എന്ന് പറഞ്ഞാലും നീ എന്നാണ് അർത്ഥം. ബ്രാക്കറ്റിലെ ചുവപ്പ് കളർ കണ്ടില്ലേ? അൻതി എന്ന് പറഞ്ഞാലും അൻത എന്ന് പറഞ്ഞാലും നീ എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ ദാരിസത്തുൻ എന്നായതുകൊണ്ട് പെണ്ണാണല്ലോ, അതുകൊണ്ട് അൻതി ദാരിസത്തുൻ എന്ന് പറയണം. അവിടെ എന്ത് കൊടുക്കണം? അൻതി എന്ന് കൊടുക്കണം. 4 ദാരിസുൻ എന്നാണ്, പഠിക്കുന്നവൻ. അതായത് പഠിക്കുന്നത് ആണല്ലേ, ദാരിസുൻ എന്നല്ലേ, ദാരിസത്തുൻ എന്നല്ലല്ലോ. അപ്പോൾ ഹിയ എന്നത് പെണ്ണിനാണ് ഉപയോഗിക്കുക, അവൾ എന്നാണ് ഹിയ എന്ന് പറഞ്ഞാൽ. അന എന്ന് പറഞ്ഞാൽ ഞാൻ, അന ദാരിസുൻ എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി അതിൻ്റെ താഴെയുള്ളത് നോക്കാം. നസിലു ഇയ വനക്തുബു കമാ ഫിൽ മിസാൽ, നമുക്ക് ഇയ എന്നതിനെ ചേർത്ത് കൊടുക്കാം. വനക്തുബു കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളത് പോലെ അതിനെ എഴുതാം. ഹാദ അബുൻ ഇതിൻ്റെ ഉപ്പയാണ്. അപ്പം ഹാദ അബുൻ ഇത് ഉപ്പയാണ്. ഹാദിഹി ഉമ്മുൻ ഇത് ഉമ്മയാണ്. ദാലിക കിതാബുൻ അത് കിതാബാണ്. തിൽക ഹിറത്തുൻ അത് പൂച്ചയാണ്. ഹിയ ഉഖ്തുൻ അത് സഹോദരിയാണ്. ഹുവ സദീഖുൻ അവൻ കൂട്ടുകാരനാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെതാണ് എന്നാക്കി തീർക്കണം. അതെങ്ങനെ എഴുതുക? ഹാദാ അബി ഇതിൻ്റെ വാപ്പയാണ്. എല്ലാത്തിൻ്റെയും അവസാനം യാ ചേർത്ത് കൊടുത്താൽ മതി. ഹാദിഹി ഉമ്മി ഇതെൻ്റെ ഉമ്മയാണ്. ദാലിക കിതാബി അതെൻ്റെ കിതാബാണ്. തിൽക ഹിറത്തി അതെൻ്റെ പൂച്ചയാണ്. ഹിയ ഉഖ്തി അതെൻ്റെ സഹോദരിയാണ്. ഹുവ സദീഖി അവൻ എൻ്റെ കൂട്ടുകാരനാണ്. ഇനി 8ാമത്തെ പേജിൽ തൊട്ടപ്പുറത്ത് അൽ ഹിറത്തു എന്നുണ്ട്. ചോദ്യം എന്താ അറിയോ? നസ്അലു ബിൽ മുനാസിബ്, നമുക്ക് യോജിച്ചത് ചേർക്കാം എന്നാണ്. നസ്അലു നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. ബിൽ മുനാസിബി യോജിച്ചതിന്. അൽ ഹിറത്തു എന്നുണ്ട്, പൂച്ച. നല്ല അർത്ഥം. ബ്രാക്കറ്റിൽ മാ എന്നുണ്ട്, ഐന എന്നുണ്ട്. മാ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്.
പൂച്ച എന്താന്ന് ആരും ചോദിക്കൂല, കാരണം പൂച്ച എന്താന്ന് എല്ലാവർക്കും അറിയാം. ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് അർത്ഥം. അപ്പോൾ ഐനൽ ഹിറ, പൂച്ച എവിടെ. രണ്ടാമത്തിൽ ഹാദ എന്നുണ്ട്. ഐന ഹാദ, ഇവൻ എവിടെ, അതാണോ കൊടുക്കേണ്ടത് അതോ മൻ ഹാദ എന്നാണോ കൊടുക്കേണ്ടത്? മൻ ഹാദ എന്നാണ് കൊടുക്കേണ്ടത്. മൻ ആരാണ്, ഹാദ ഇവൻ, മൻ ഹാദ ഇവൻ ആരാണ് എന്നാണ് ചോദിക്കുക. പെണ്ണാണെങ്കിലോ മൻ ഹാദിഹി എന്നാണ് ഉണ്ടാവുക. ഇനി ദാലിക എന്നുണ്ട് മൂന്നാമത്തത്, അത് എന്നാണ് അർത്ഥം. അവിടെ എന്താ കൊടുക്കുക നമ്മൾ? മാ ദാലിക, അതെന്താണ്, മാ ദാലിക അതെന്താണ് എന്നാണ് മാ എന്ന് കൊടുക്കണം. ലാസ്റ്റ് ഹാദിഹി എന്നുണ്ട്, ഒരു പെൺകുട്ടി ആയിരിക്കാം. അപ്പം നമ്മൾ ചോദിക്കുകയാണ് മൻഹാദിഹി, ഇത് ആരാണ്, മൻഹാദിഹി ഒരു കുട്ടി പെൺകുട്ടി വരുന്നുണ്ട്, അപ്പം മൻഹാദിഹി ഇതാരാണ്. നേരത്തെ മൻഹാദ ഇവൻ ആരാണ്, അല്ലെങ്കിൽ ഇതാരാണ്, ആൺകുട്ടി ആയിരിക്കണം വന്നിട്ടുണ്ടാവുക.